ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. നിങ്ങളിവിടെ വഴക്കുണ്ടാക്കാനാണോ വന്നത്? എന്നോട് സംസാരിക്കണമേ, ഞാനുള്ളപ്പോൾ വന്ന് വീട്ടിൽ വന്ന് സംസാരിക്കണം, അല്ലാതെ ഞാനില്ലാത്തപ്പോൾ വീട്ടിൽ വന്ന് വിവാദം ഉണ്ടാക്കുകയല്ല വേണ്ടത്. എൻ്റെ മോളുമായുള്ള സകല ബന്ധവും നീ നിർത്തണമെന്ന് ഞാൻ കടയിൽ വന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് നിർത്താനുള്ള ഭാവം നിനക്കില്ലായിരുന്നുവല്ലോ. അത് നോക്കി ഞങ്ങൾ മിണ്ടാതിരിക്കണമല്ലേ? നീ അവളോട് മിണ്ടുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് അവൻ അവിടെ പറയാൻ വന്നതാണ്. അത് അവൻ്റെ അവകാശമാണ്. അതിന് വീട്ടിൽ കയറി അടി ഉണ്ടാക്കാൻ വന്നതാണോ? അതിൻ്റെ കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവളുമായിട്ട് സംസാരിക്കും, അവൾ ഇഷ്ടമല്ലെന്ന് പറയുന്നത് വരെ. ഞാനങ്ങനെ പറയൂല ഹരീഷ്. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും കേട്ടോ. അവളെ മയക്കിയെടുക്കാമെന്ന് നിനക്കൊരു വിചാരമുണ്ട്? ഒന്ന് പോടാ. എടാ, നിന്റെ വീട്ടിൽ കയറി നിന്റെ അനിയത്തെ ഞാൻ പ്രേമിച്ചു. അവൾ എൻ്റെ ഷോപ്പിലാണ് വന്നത്. ഒരു പെൺകുട്ടി ഒരു ആണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ കാണാൻ കൊള്ളാമെങ്കിൽ ആ ആണ് നോ പറയുമോ? എടാ, ഇവന് സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അവരെയെല്ലാം വിളിച്ചാൽ നിന്നെയൊക്കെ വെറുതെ വിടുകയല്ല. എന്നാൽ വേഗം വിളിക്ക്. അവരെ വേഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം തീരുമാനമൊക്കെ ഉണ്ടാക്കാം. എന്നാൽ അവരെയൊക്കെ വേഗം വിളിക്ക്. അച്ഛാ, ഇവർക്ക് വേണ്ടി നമ്മൾ വേറെ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ട. ഹരീഷ്, നിന്നോട് അവസാനമായിട്ട് പറയും, ഇനി എൻ്റെ അനിയത്തെ കാണാനോ സംസാരിക്കാനോ പാടില്ല. എടാ, ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്? നീ ആദ്യം നിൻ്റെ അനിയത്തിയോട് പറ, അവളോട് പറ. നീ അല്ലെങ്കിൽ പള്ളിയിൽ പോയി പറ. പള്ളി ഞാൻ പോയി പറയത്തില്ല. എന്ത് പറഞ്ഞടാന്ന് പറഞ്ഞിട്ട് തല്ലാൻ പോകും. കൈ താഴ്ത്തിയിടടാ. സംസാരിക്കുമ്പോൾ നാവ് കൊണ്ട് മറുപടി പറയണം, അല്ലാതെ കൈ പൊക്കാൻ പാടില്ല. എൻ്റെ മുന്നിൽ വെച്ച് എങ്ങനെ അവളെ നീ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ തലമണ്ട അടിച്ചും പൊട്ടിക്കും. കൈ താത്തിടാ. കൈയും കാലും ഞാനും തല്ലി ഓടിക്കും. നീ എൻ്റെ വീട്ടിൽ വന്ന് കുറേ വാചകം അടിച്ചിരുന്നല്ലോ. എടാ, നീ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? നിന്റെ വീടെന്തോ കൊട്ടാരം പോലെയുള്ള വീടാണോ? നീ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്? വാടക വീട്ടിൽ താമസിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഇതുമാതിരി ഡയലോഗ് അടിക്കാൻ നിൽക്കല്ല. ഒന്നുമില്ലെങ്കിൽ സ്വന്തമായ ഒരു വീടുള്ള ചെറുക്കനെയല്ലേ നിന്റെ പെങ്ങൾ സ്നേഹിച്ചത്. വെറും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന നീ ഇത്ര എതിർപ്പ് കാണിക്കല്ലേ. ഹരീഷെ, നിന്റെ ചേട്ടനോട് നിർത്താൻ പറ. ഇപ്പം എങ്ങനെയുണ്ട്? ഈ വീടിനെ പരിഹസിക്കുന്ന അവൻ നീ നാളെ അവിടെ ചെല്ലുമ്പോൾ നിന്നെയും പരിഹസിക്കില്ല എന്ന് എന്താ ഉറപ്പ്? മോൻ അവിടെ വീട്ടിൽ വന്ന് സംസാരിച്ചതോ? ഏട്ടൻ സംസാരിക്കട്ടെ. ഏതാണ്ടാ നാവടയ്ക്കടാ. ഒന്ന് പോടാ. ഇവനെയൊക്കെ നാവടപ്പിക്കുകയല്ല, രണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴത്തേന് സുധീഷ് കയറി അവനെ തല്ലാൻ നോക്കുന്നു. എടാ, വീട്ടിൽ കയറി പോക്കൃത്തരം കാണിക്കുന്നു. എടി, കണ്ടില്ലേ എടി, ഹരീഷ് വഴക്കുണ്ടാക്കാതെ പോവാൻ നോക്ക്. വിളിച്ചോണ്ട് പോ. പാടാ. നമ്മൾ ഇച്ചിരി പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയോ എന്ന് തോന്നുന്നു. ഓ, അങ്ങനെയൊന്നും നമ്മൾ കറക്റ്റാണ് പറഞ്ഞത്. നമ്മൾ ആ വാടക വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് അതുവരെ തെളിഞ്ഞെന്ന മുഖം പെട്ടെന്ന് മങ്ങി. നീ അതിനിടയ്ക്ക് അവളുടെ തെളിഞ്ഞ മുഖം നോക്കി നിൽക്കുമായിരുന്നു. അമ്പടാ, എന്നാലും ഇച്ചിരി ഇൻസൾട്ട് ചെയ്തതുപോലെ. അപ്പം നമ്മുടെ വീട്ടിനെ കുറിച്ച് പറഞ്ഞതോ? അപ്പോൾ കുഴപ്പമൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല. നീ വന്നേ. എടി, അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇതൊക്കെ കേൾപ്പിക്കാൻ നീ ഒറ്റ ഒരുത്തിയാണ് കാരണം. നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ നീ സപ്പോർട്ട് ചെയ്തില്ലേ? ഈ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൻ്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? എന്നെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഗതികെട്ട് താമസിക്കുമെന്ന് പറഞ്ഞാൽ നീ ആ ഗതികെട്ട കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്. നീ അവിടെ ചെന്നാൽ നിനക്ക് എന്ത് മനസ്സമാധാനമാണ് ഉള്ളത്? നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നോക്കി, തല്ലി നോക്കി, എന്നിട്ടും കേട്ടില്ല. ഇന്ന് വന്നപ്പോൾ അവരുടെ വായിൽ നിന്ന് കേട്ടല്ലോ. ഇന്ന് ഈ വീട്ടിൽ കയറി നിൻ്റെ ചേട്ടനെ തല്ലി, നാളെ നിൻ്റെ മുന്നിലിട്ട് എന്നെ തല്ലും. അതുകൂടെ നീ എനിക്ക് വാങ്ങിത്തരാനുള്ളൂ. സുഭാഷ് ഏട്ടാ, അവർ വന്നോന്ന് തോന്നുന്നു ഏട്ടത്തി. നിധി എന്താ സവാള പൊളിക്കുമെന്നാ? അല്ല, ചെസ്സ് കളിക്കുക ഏട്ടത്തി. രക്ഷപ്പെടാനുള്ള വഴി നോക്കുക. വലിയ കോമഡിയേ. നിങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ടാണ് പോയത്? അത് ഞങ്ങൾ വെറുതെയോ? അല്ല, ഞങ്ങൾ വെറുതെ വാക്കിങ്ങിന് പോയതാ. വാക്കിങ്ങിനോ? അതിവന് വയറ് ചാടി, അത് കുറയ്ക്കാൻ വേണ്ടി പോയതാണ്, അല്ലാതെ വേറൊന്നും അല്ല സുഭാഷ് ഏട്ടാ. എന്താ സുഭാഷ് ഏട്ടാ, ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. കൊച്ചുകുട്ടികളാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ടായിരുന്നു. ഈ ലോകത്തുള്ള വള്ളിയെല്ലാം പിടിച്ചോണ്ട് വരുന്നവന്മാരായില്ലയോ? സുഭാഷ് ഏട്ടാ, പോയി ചായ എടുത്തോണ്ട് വാ. ഉണ്ടാക്കി വെച്ചതെല്ലാം തണുത്തു, ഇനി ചൂടാക്കണം. നിങ്ങൾ രാവിലെ നീതുവിൻ്റെ വീട്ടിൽ പോയല്ലേ? നിന്നോട് ആരാ പറഞ്ഞത്? അപ്പം നീതുവിൻ്റെ വീട്ടിൽ തന്നെയാണ് പോയത്. ഞങ്ങൾ പോവാത്തടത്ത് നിന്നോട് ആരാ പോയെന്ന് പറഞ്ഞേ? നമുക്ക് വിലയില്ലാത്തടത്ത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അത് കറക്റ്റാണ്. നിധി സവാള എറിയുമ്പോൾ നിധി കരയുന്നു. ഇങ്ങ് താ നിധി, ഞാൻ ചെയ്തോളാം. ഇതൊക്കെ ഞാൻ എത്ര ചെയ്തിട്ടുള്ളയാ? നീതുവിൻ്റെ അച്ഛനും അമ്മയും വണ്ടി വന്ന് ഹോൺ അടിക്കുന്നു. ഇതാരാ ഇപ്പോൾ? ഞാൻ ഇപ്പം വരാം. എടാ ലോറിക്കാരാ, എടാ ഓട്ടോക്കാരാ, ഓരോ ദിവസം മാറി മാറി വരുന്നുണ്ടല്ലോ. ആ മക്കൾ ശരിയല്ലെങ്കിൽ വീട്ടിൽ നാട്ടുകാർ വരും. എന്നിട്ട് ശരിപ്പെടുത്തി കൂലി വാങ്ങി തിരിച്ചു പോകാനാണോ? എടാ, ഇറക്കി വിടറാ നിന്റെ സന്താനങ്ങളെ. ചന്ദ്രേട്ട, എന്താ നീ എന്നെ ചന്ദ്രേട്ടാന്നൊന്നും വിളിക്കണ്ട. എൻ്റെ കുടുംബവും തമ്മിൽ ചേരത്തില്ലെന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ലേ? അത് നിന്റെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നലെ എൻ്റെ മകൻ ഇവിടെ വന്നു. അതിന് പകരമാണോ നീ ഇന്ന് അനിയന്മാരെ ചീത്ത വിളിക്കാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്? നിങ്ങളെ എന്ത് ചീത്തയാണ് വിളിച്ചത്? നിങ്ങളെന്താ രാജകുടുംബത്തിൽ ജനിച്ചതാണോ? നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ പറയുന്നത് കേട്ട് ഞങ്ങളെന്താ വെറുതെ ഇരിക്കണോ? ഈ വീടിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കണമെന്ന് തോന്നി. അതെന്താ തെറ്റായ കാര്യമാണോ സുഭാഷ് ഏട്ടാ? ചെന്ന് കണ്ടപ്പോഴാണ് ഇവിടത്തെക്കാട്ടിലും കഷ്ടമാണ് അവിടുത്തെ സ്ഥിതി. ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് അന്തസ്സുണ്ട്. നിങ്ങൾക്ക് അപ്പം അന്തസ്സില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഓട്ടക്കാരൊന്ന് ഇറങ്ങിപ്പോ, സംസാരിക്കാതെ. എടാ പോടാന്നങ്ങനെ വിളിച്ച എൻ്റെ സ്വഭാവം മാറുവേ. ഇന്നലെ വന്ന് ഈ വീട്ടിൽ വന്ന് ഇവരുടെ മോൻ എന്തൊക്കെ ഷോയാണ് കാണിച്ചത്, നമ്മുടെ വീടിനെ കുറിച്ച് പറഞ്ഞത്. ഇന്ന് അവരുടെ വീടിൻ്റെ സ്ഥലം പോയി കാണണമായിരുന്നു. തീപ്പെട്ടിക്കൊള്ളി കൂട്ടി വെച്ചൊരു വീട് പോലെ. ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് അന്തസ്സുണ്ട്.
നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഭാസ്കരനും പിള്ളേർക്കും വേണ്ട. എടാ ഓട്ടക്കാരാ, നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോടാ. എടാ ഷിബുവിൻ്റെ കയ്യിൽ നിന്ന് നീ 500 രൂപ വാങ്ങിച്ചു. അവൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ നീ അവിടെ ഉണ്ടാക്കിയ സീനൊക്കെ ഞാൻ അറിഞ്ഞതാണ്. കടം മേടിച്ചത് തിരിച്ചു കൊടുക്കാതെ അവനാ എന്നെ മര്യാദ പഠിപ്പിക്കുന്നത്. എടാ നീ കണ്ടോടാ, നീ ബഹുമാനം വെച്ചാൽ നിന്നെ ഒന്നും പറയാതിരുന്നത്. പിന്നെ നിങ്ങളുടെ മകനെ പറഞ്ഞ് ആദ്യം മനസ്സിലാക്കണം. ആദ്യം നിങ്ങളുടെ മകളെ പോയി പറഞ്ഞ് മനസ്സിലാക്കുക. അവൾ അടങ്ങാതെ നിൽക്കുമെന്ന് എനിക്കറിയാം. അവളെ എങ്ങനെ മനസ്സിലാപ്പിക്കണമെന്ന് എനിക്കറിയാം. മേലിനി എൻ്റെ മോളെ അവൻ കാണാൻ പാടില്ല. അവൾ എന്നെ തേടിയാണ് വന്നത്, ഞാൻ അവളെ തേടിയല്ല പോയത്. അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാതിരിക്കാൻ ഞാൻ എന്ത് വേണേലും ചെയ്തോളാം. നിങ്ങളെ പിന്തിരിഞ്ഞ് ഹരീഷിനെ കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കും. ഇവിടെ കയറ്റി താമസിക്കുകയും ചെയ്യും. കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ പറ്റിയ സ്ഥലം. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുണ്ടോ? ശാപം കിട്ടിയ സ്ഥലമാണ്. എൻ്റെ മോളെ ഞാൻ ഇവിടോട്ട് പറഞ്ഞു വിടൂല. നിൽക്കുന്നു സുധീഷ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന്. അവൾ ഇതിനെക്കാട്ടും കൊട്ടാരം പോലെയുള്ള വീട്ടിലായിരുന്നു കഴിഞ്ഞത്. അന്ന് രാത്രി ഈ കുറ്റം പറഞ്ഞ നാട്ടുകാർക്കെല്ലാം ഞങ്ങൾ ബിരിയാണി കൊടുത്തായിരുന്നു. നിങ്ങളും വന്ന് കഴിച്ചിട്ട് പോയില്ലേ? അന്ന് കുറ്റമൊന്നും തോന്നിയില്ലയോ? ആർക്ക് വേണം നിങ്ങളുടെ ബിരിയാണി? നിങ്ങളുടെ മോൻ ഒരു കൊട്ടാരം പോലെ ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നെന്ന് അറിഞ്ഞു. ആ ഭാഗ്യദോഷി ഏതാണെന്ന് കാണാൻ വന്നതാണ്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് അയക്കത്തില്ല. അതുകൊണ്ട് ചേട്ടൻ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതുപോലെ മൂന്നാമത്തെ മോനെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുവാണ്. എൻ്റെ മോളെ അതിന് തരൂല. നിധി അപ്പോഴത്തേനും സുധീഷിനെ പിടിച്ചോണ്ട് വരുന്നു. എന്താ നിധി എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്? അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അപ്പോഴാണ് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്. താലി എവിടെ? താലി അന്ന് ഞാൻ അഴിച്ചു തന്നില്ല. ആ താലിയോ? ഞാൻ ഒരു മിനിറ്റ് എടുത്തിട്ട് വരാമേ. എൻ്റെ മകൾ ഇവിടെ മരുമകളായിട്ട് വരണം അല്ലേ? അതിന് എന്ത് അർഹതയാണുള്ളത്? മക്കൾക്ക് പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ പെൺകുട്ടിയെ മയക്കിയെടുക്കാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? പിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. എൻ്റെ മോൻ രാജകൊട്ടാരത്തിലല്ലേ വന്നത് ആ കൊട്ടാരം തട്ടിയെടുക്കാൻ. അച്ഛനൊന്നും മിണ്ടാതിരിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? സുഭാഷ് ചേട്ടൻ എന്തിനാണ് ഇവരോട് സംസാരിക്കുന്നത്? ഇവരുടെ മോൾ ഇങ്ങോട്ടാണ് എന്നെ പ്രേമിച്ചത്, ഞാൻ അങ്ങോട്ടല്ല പ്രേമിച്ചത്. അവൾ ഇങ്ങോട്ട് പ്രേമിച്ചാൽ നീ അങ്ങോട്ട് പ്രേമിക്കുമല്ലേ? നിനക്കതിന് എന്ത് യോഗ്യതയാണ് ഉള്ളത്? വേഗം താലിതാ. ഇതെന്താ കുറേ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ? താലിയല്ലയോ, ഭദ്രമായിട്ട് സൂക്ഷിക്കണ്ടേ? പിന്നെ നിധിയിട്ട താലിയല്ലയോ? ഈ താലി എടുത്തിട്ട് എന്തിൻ്റെ ഹരീഷിൻ്റെ കല്യാണം നടത്തണോ? അതിന് പെണ്ണ് വേണ്ടായോ? താലി എടുത്ത് കഴുത്തിലിടുന്നോ? താനൊന്ന് വാ. ഒന്ന് അടങ്ങ് സ്ത്രീയേന്നോ? പിന്നെ നിങ്ങൾ സ്ത്രീ അല്ലാതെ പുരുഷനാണോ? ചന്ദ്ര ഇവളെ വിളിച്ചോണ്ട് പോ. ഇത് താലി അഴിച്ച് തന്നിട്ട് ഇപ്പം തിരിച്ച് മേടിച്ചിട്ടോണ്ട് പോവുകയാണല്ലേ? ഇപ്പോഴത്തേന് നിധി വന്ന് ദേഷ്യപ്പെട്ട് പറയുന്നു, മതി നിർത്ത്. നീ ആരോടാ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? മോളെ നീ ഇതിലൊന്നും ഇടപെടണ്ട. സുഭാഷ് ചേട്ടൻ ഒന്നും മിണ്ടാതിരുന്നേ. ഇനി ആരും ഇവിടെ മിണ്ടല്ലേ? ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചില്ലേ, ഇനി ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഈ വീടുമായിട്ടുള്ള പ്രശ്നം? നാട്ടുകാർ കുറ്റം പറയുന്നത് പോലെ ഈ വീട്ടിലൊരു പെൺകുട്ടി വാഴുന്നില്ലെന്നല്ലയോ? ഞാനും ഇവിടെ അല്ലയോ താമസിക്കുന്നത്? ഞാനും സുധീഷും കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമായി. ഞാൻ ഇവിടെ അല്ലയോ കഴിയുന്നത്? ഞാൻ സന്തോഷമായിട്ടല്ലേ ഇവിടെ കഴിയുന്നത്? ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ നാട്ടുകാർ പറയുമായിരുന്നു ഇതിവിടെ സഹിച്ച് നിൽക്കത്തില്ല, വന്ന പാടെ പോകുമെന്ന്. എന്നിട്ടുണ്ടായോ? എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് വീട്ടുകാരെന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.